ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ ഉപ്പേരിയാണ് കാണാൻ പോകുന്നത്. 1/2 കിലോ ബോൺലെസ് ചിക്കൻ 1/2 സ്പൂണ് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആവുന്ന സമയത്ത് ആ വെള്ളത്തോട് കൂടിയിട്ട് വേവിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാന് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 വറ്റൽ മുളക് പൊട്ടിച്ചിടുക. അതിലേക്ക് ഒരു 3 പച്ചമുളക് രണ്ടാക്കിയിട്ടിടുക. ഇനി വേണ്ടത് ഒരു 4-5 സവോള നീളത്തിൽ മുറിച്ചതാണ്. നല്ലോണം സവോള എടുക്കണം, എന്നാലേ ഉപ്പേരി നന്നായിരിക്കുള്ളൂ. ഇത് മുളകോർത്ത പുള്ളിയുടെ കൂടെ, രസത്തിൻ്റെ കൂടെ, സാമ്പാറിൻ്റെ കൂടെ, ഇല്ലെങ്കിൽ വെറും ചോറും ഇത് മാത്രം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇതാക്കാട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇത് വഴറ്റി അവിടെ ആയിക്കൊണ്ടിരിക്കട്ടെ. ഇനി നമുക്കൊരു പൊടി പൊടിക്കണം. അപ്പോൾ അതിന് പട്ട, ഗ്രാമ്പ്, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം എല്ലാം കുറച്ചായിട്ട് എടുക്കുക. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. 2 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇടുക. ചെറിയ സ്പൂണിനാണ് പറയണത്. പിന്നെ ഏറ്റവും വലിയ സ്പൂണിന് 2 സ്പൂണോളം മല്ലിപ്പൊടി ഇടുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് ഒന്ന് പൊടിച്ച് ഫ്രഷ് ആയിട്ട് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ അവിടെ ഉള്ളി അങ്ങനെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേണ്ട ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പൊടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഈ ഫ്രഷ് ആയിട്ടുള്ള പൊടി നിങ്ങൾക്ക് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേടുവരാതെ ഇരിക്കും. ഇതുപോലുള്ള ചിക്കൻ റെസിപ്പി, വഴുതനങ്ങ റെസിപ്പി, വെണ്ടയ്ക്ക റെസിപ്പി, ഉരുളക്കിഴങ്ങ്, അതിനൊക്കെ ഇങ്ങനത്തെ ഈ പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഈ പച്ചമണം ഒന്ന് പോട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തോട് കൂടിയിട്ട് നമ്മളവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചിക്കനിലേക്ക് നല്ലപോലെ ഈ മസാല എല്ലാം ഒന്ന് പിടിപ്പിക്കുക. ഇപ്പോൾ വെള്ളം ജാസ്തി ഉള്ള പോലെ തോന്നിക്കും, പക്ഷേ ഇല്ല, ആ മസാല എല്ലാം വറ്റി വരുന്ന സമയത്ത് കറക്റ്റായിരിക്കും. ഇതുപോലെ നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് നമുക്ക് കരിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് ഇടയിൽ വെച്ചിട്ട് കരിവേപ്പിലയും ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് അതിനെ ഡ്രൈ ആക്കി എടുക്കുക. അല്ല ലൈറ്റ് ഗ്രേവി പോലെയാണ് വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. പക്ഷേ ചിക്കൻ ഉപ്പേരി ആയതുകൊണ്ട് നമ്മൾ അധികം ഗ്രേവി വെക്കുന്നില്ല. നല്ല പോലെ ഡ്രൈ ആക്കിയിട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഉപ്പേരി റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറായിട്ട് റെഡി ആയിരിക്കും. നിങ്ങൾ ഇത് ഡെഫിനറ്റ്ലി ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീട്ടിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മാസം ഉണ്ടാക്കിയിട്ട് അടുത്ത മാസം വീണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് പേര് ഓർമ്മയുണ്ടാവില്ല. എപ്പോൾ നോക്കിയാലും ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ടില്ല പറയാനേ നേരമുള്ളൂ. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്തോളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാം. ചിക്കൻ ഉപ്പേരി മനു കിച്ചു തന്നെ കഴിക്കട്ടെ. ഞാൻ ഓൾറെഡി എൻ്റെ ടൈം ലിമിറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവരെന്നെ കഴിക്കട്ടെ, ഞാൻ അവർക്ക് സെർവ് ചെയ്യാം. സോ ചിക്കൻ ഉപ്പേരി ഇതേ വെറുതെ കഴിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ കുറച്ചും കൂടി നന്നായിരുന്നു. നൈസ്. കിച്ചനാ ഇതാ മനുവേട്ടൻ്റെ അടുത്ത് ചിക്കൻ ഉപ്പേരി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഒരു കൂട്ടര് പാസ്ത കഴിക്കുന്നു, ഒരു കൂട്ടര് ഉച്ചക്കത്തെ ചിക്കൻ ഉപ്പേരി. എങ്ങനെയുണ്ട്? ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചു, സ്പൈസി ചിക്കൻ സൂപ്പറാണെന്ന് പറഞ്ഞു. ചിക്കൻ ഉപ്പേരി എന്താ സ്പൈസ് ഡിഫറെന്റ്, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളെ കൊണ്ടൊക്കെ തോറ്റുട്ടോ. ഇങ്ങനെ ഞാൻ എന്താ അച്ഛനുള്ളപ്പോ ഞാൻ എന്താണെന്നറിയോ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടെന്നറിയോ? ഇപ്പൊ ഇവിടെ ഒരു ലിസ്റ്റ് വെക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എന്താ വെച്ചാ, ഇത് പോയ മാസം ഉണ്ടാക്കിയാലും അടുത്ത മാസം ഉണ്ടാക്കുമ്പോ ഇത് ഞാൻ കഴിച്ചിട്ടേ ഇല്ല പറയാ. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ടേസ്റ്റ് ഓർമ്മയുണ്ട്, പക്ഷേ ഇങ്ങനത്തെ സ്പൈസി ഞാൻ പറ്റില്ല. അതല്ലാണ്ട് വെറുതെ രസത്തിന്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് മളോർത്ത പുള്ള കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സാരല്ല, കണട്ട കഴിച്ചോളൂ. ഞാൻ കഴിച്ചില്ല.
എൻ്റെ ടൈം കഴിഞ്ഞു. ഓഹോ എടുത്തു വെക്കി. വേണ്ട, കഴിച്ചോളൂ. അത് ശരി, എന്നാ ഇത്തിരി ഫ്രിഡ്ജിലെടുത്ത് വെക്കി. എനിക്ക് വേണ്ട, കഴിച്ചോളൂ. എൻ്റെ എന്താ കാര്യം എന്ന് വെച്ചാൽ അപ്പോഴേക്കും എൻ്റെ ഇത് പോയി, എൻ്റെ ഈറ്റിംഗ് വിൻഡോ ക്ലോസ് ആയി. ശരി, നാളെ വിൻഡോ തുറക്കില്ലേ? പെർമനന്റ് ക്ലോസ് അല്ലേ? അല്ലല്ലോ, വേണ്ട എന്നിട്ട് ഇവിടെ കഴിക്കുന്നത് പാസ്ത ആൻഡ് വൈറ്റ് സോസ് വിത്ത് മഷ്റൂംസ്. രണ്ട് മക്കളുടെ ഡിന്നർ അത്, അച്ഛൻ്റെ ഡിന്നർ ഇത്. ഈ മണങ്ങളുടെ ഇടയിൽ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഞാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. സൂപ്പറായിട്ടുള്ള ഒരു ചിക്കൻ ഉപ്പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോളൂ. വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Vinny's Kitchen.